Hi friends, welcome to Chapters of Sumi Faris. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരടിപൊളി മക്രോണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു റെസിപ്പി ഉപയോഗിച്ച് നമുക്ക് മക്രോണിയും പാസ്തയൊക്കെ തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ മക്രോണി എടുത്തിട്ടുണ്ട്. ഈ മക്രോണി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകി കഴിഞ്ഞിട്ട് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണയും അതേപോലെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ മക്രോണി വെന്ത് വരുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു അരിപ്പയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ഒന്നും കൂടി നന്നായി കഴുകിയെടുക്കാം. ഇങ്ങനെ ചെയ്താലേ ഇത് ചൂടാറി കഴിഞ്ഞാലും പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. ഇനി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാളയാണ്. സവാള നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇതിന്റെ പച്ചമണം മാറി വരുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് സവാളയും കൂടി ഒന്ന് വാടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഒരുപാട് കുക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗരം മസാല പൗഡർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മക്രോണി ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ആ ഒരു ക്ലിപ്പ് ഞാൻ റെക്കോർഡ് ചെയ്യാനായിട്ട് മറന്നുപോയി. അത് കാരണം ഞാനിപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് മക്രോണി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ തക്കാളിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ആ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിന്റെ സൈഡിൽ തന്നെയാണ് 2 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ മുട്ട ഇതേപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലല്ലാതെ സെപ്പറേറ്റ് ഒരു പാത്രത്തിലിട്ട് മുട്ട നമുക്ക് വേവിച്ചെടുത്ത് ഇതിനകത്ത് കൂട്ടിയിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു മക്രോണിയിലൊന്നും ആ മുട്ടയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് നമുക്ക് മക്രോണി കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന്റെ മുകളിലേക്കും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയാണ് എപ്പോഴും നല്ലത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ നമ്മൾ മക്രോണി ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മക്രോണി വേവിച്ചെടുക്കേണ്ട ആ ഒരു സമയം മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇന്ന് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലത്തെ പുതിയ പുതിയ റെസിപ്പീസും അതേപോലെ കിച്ചൺ ടിപ്സൊക്കെ ആയിട്ട് വരുന്നവരേക്കും